സ്പോയിലറിന്റെ സ്മരണയിലുള്ള പേട്ട് വാഴയും കണ്ട് ഞാൻ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. അവിടെ നിന്ന് ഞാൻ ചെന്നെത്തിയത് ഒരു വലിയ കെണിയിലേക്കായിരുന്നു. മോട്ടുമുയലിന് വഴി കാണിച്ചു കൊടുക്കുന്ന പോലെയുള്ള ഒരു വലിയ കെണി. അത് കണ്ടപ്പോൾ തന്നെ എന്റെ രണ്ട് കണ്ണും പുറത്തേക്ക് ചാടി എന്നെ നോക്കി ചീത്ത വിളിച്ചിട്ട് തിരിച്ചു കയറി. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. ആമയുമായുള്ള ഓട്ട മത്സരത്തിൽ തോറ്റതിന്റെ പേരിൽ കൂട്ടുകാരന്മാരെല്ലാം കൂടി പിടിച്ചിട്ട് ഗ്രില്ലടിച്ച മോട്ടുമുയലിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു ദൗത്യത്തിലേക്ക് ഞാൻ ചാടിയിറങ്ങി. ഗ്രില്ലഡായ മോട്ടുമുയലിന്റെ ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല, ആ ഒരു ദൗത്യം ഞാൻ അതിസാഹസികമായി വിജയിച്ചു. അതിന്റെ സന്തോഷത്തിൽ ഞാൻ മുന്നോട്ട് തന്നെ നടന്ന് ഞാനൊരു ഡാമിന്റെ അരികത്തെത്തി. അപ്പോഴാണ് മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഒരുത്തൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ കണ്ണിൽ പെട്ടത്. എന്താണ് അവൻ തിരയുന്നത് എന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് എന്റെ കണ്ണിൽ ഞാൻ ഫോറിന്റെ സ്കോപ്പ് ഇട്ട് ഒന്ന് സൂക്ഷ്മയോടെ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അവൻ ഒളിച്ചിരുന്ന് കുളിസിൻ കാണുകയായി. ഞാൻ ഓടിച്ചെന്ന് അവന്റെ പേര് ചോദിച്ചു. അവന്റെ പേര് സ്പൾബർഗ് എന്നാണ്. പിന്നെ ഞാനും സ്പൾബർഗും കൂടി ഒരുമിച്ചിരുന്ന് ചേച്ചിയുടെ കുളിസിൻ കണ്ടു.